ഹലോ, എന്താ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്താ? സിദ്ദിഖ വന്നിട്ടുണ്ട്. സിദ്ദിഖ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വിളിക്കാം. ഒന്ന് പരിചയപ്പെടാനാ. പുറത്തു വെച്ച് പരിചയപ്പെട്ട പോരാ? അല്ല, പുറത്തല്ല, ഇവിടെ വെച്ചൊന്ന് പരിചയപ്പെടണം. ഒരു കാര്യം ചോദിക്കണമായിരുന്നു. പരിചയപ്പെട്ട പോയിക്കോളാം. ഒന്ന് വിളിക്കാമോ? പെട്ടെന്ന് പോകണം പ്ലീസ്. ഒന്ന് വിളിക്കാം. ഓക്കെ, വരട്ടോ. മിസ്റ്റർ സിദ്ദീഖ് പ്ലീസ്. നമസ്കാരം. 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 ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടാൻ വന്നാണോ? ആ, പെട്ടോളൂ. പെട്ടെന്നല്ല, കാരണം ഈ കടത്തൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു ചാൻസ് വെച്ച് വന്ന. പരിചയപ്പെടാൻ എന്തിനാ ചാൻസ്? പരിചയപ്പെട്ടാ പോരെ? അല്ല, ഒരു ചാൻസ് അഭിനയിക്കാനായിട്ട്. അഭിനയിക്കാൻ ചാൻസോ? സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ്? സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് വേണ്ട ചാൻസ് ഞാൻ ഉണ്ടാക്കുന്ന പാട് എനിക്കറിയാം. പിന്നെയാണ് ഇനി തനിക്ക് ചാൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ല, എനിക്കിപ്പോ അഭിനയിക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു നന്നായി അഭിനയിച്ചു കഴിഞ്ഞാൽ നന്നാവും പറഞ്ഞു. അഭിനയിച്ചാൽ നന്നാവും പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. ആരൊക്കെ പറഞ്ഞു? ബാപ്പായും മായും പറഞ്ഞു വീട്ടില്. അത് ശരി. അപ്പൊ അവന് വീട്ടിൽ തന്നെ അഭിനയിച്ചാ പോരെ? അല്ല, എന്നാലും സിനിമയിൽ അഭിനയിക്കണം. സിനിമയിൽ അഭിനയിക്കാൻ. എന്താ പേര്? നാദിർ ഷാ. എന്തെന്ന്? നാദിർ ഷാ. നാദിർ ഷാ മലയാളിയല്ലേ? അതെ. പിന്നെന്താ ഇങ്ങനത്തെ പേരിട്ടിരിക്കുന്നത്? അല്ല, ഇങ്ങനത്തെ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. ഓ, അത് ശരി. അപ്പൊ നാദിർ ഷാ അഭിനയിക്കും എന്നുള്ളത് എനിക്കൊന്ന് ബോധ്യപ്പെടണം. അഭിനയിക്കും. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. അത് ശരി. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് നാദിർ ഷാക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടണം. ഒന്ന് അഭിനയിച്ച് കാണിക്കേ. ഇല്ല, സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. എനിക്ക് പറ്റുമോ? അത് എന്നൊന്ന് ബോധിപ്പിക്കാം. ഞാൻ ഡ്യൂപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ കാണിക്കാൻ. അല്ല, അഭിനയിക്കുന്നതിന് മുമ്പേ ഡ്യൂപ്പോ? അല്ല, ഇക്കായാലും പ്രയാസമുള്ള റോളൊക്കെ ചെയ്യാനായിട്ട് ഡ്യൂപ്പിനല്ലേ ഉപയോഗിക്കണത്. അപ്പൊ ഞാനത് കാരണം ഇതൊരു പ്രയാസമുള്ള റോളാന്ന് മനസ്സിലായി കാരണമാണ് ഡ്യൂപ്പിനെ കൊണ്ടുവന്നത്. ആദ്യമേ തന്നെ ഡ്യൂപ്പിനെ കൊണ്ട് അതിന് ഡ്യൂപ്പിനെ കൊണ്ടു. അത് ശരി. അപ്പൊ അയാളെ കൊണ്ട് അഭിനയിപ്പിച്ച് നോക്കാം. പുള്ളി എന്തോരം അഭിനയിക്കുന്ന കാണിച്ചാൽ അതിന്റെ നേരെ ഇരട്ടി റേഞ്ച് ആയിരിക്കുമല്ലോ എനിക്ക്. അത് ശരി. അയാളെ വിളിക്കും. അയാൾ കൊള്ളാം, തിരക്കിടില്ല. നമസ്കാരം. എന്താ പേര്? അയ്യേ, ടിനി ടോം. നീ പറഞ്ഞിട്ട് മനസ്സിലാണല്ലോ, പിന്നെ അതല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്താ പേര്? ടിനി ടോം. എന്തോ മൂട്ടയ്ക്കൊക്കെ അടിക്കുന്ന മരുന്നിന്റെ പേര് പോലെ ഇരിക്കും. ഇയാൾ അഭിനയിക്കോ? ഞാൻ സംസ്ഥാന യൂണിവേഴ്സിറ്റി ഒന്നാം സ്ഥാനം കഴിഞ്ഞുള്ളതാണ്. അയ്യോ, ശരി. ആരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും? ഞാൻ എല്ലാവരും. ഇപ്പൊ ഒരു മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടല്ലോ. മോഹൻലാലിന്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമ. അല്ല, IV ഹസി സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് ദേവാസുരം. ദേവാസുരത്തിലെ മോഹൻലാലിന്റെ സൗണ്ട് കൊടുത്ത ആരാണ്? മോഹൻലാല്. ഞാനാണ്. അതെയാ? അതെ, മോഹൻലാലിന്റെ ഡബിയ ഞാനാണ്. മോഹൻലാലിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തേ. ആക്ഷൻ പറഞ്ഞാലേ അഭിനയിക്കുള്ളൂ. ചരിഞ്ഞ് വന്നാണ്ട. മോഹൻലാലിന് എങ്ങനെ ഇരിക്കണ? തലയിൽ തേങ്ങ വേണമല്ലോ അല്ലേ? അടിച്ച് കലക്കി. ഞാൻ അണ്ടൻ. ഷണ്ടനാ? മംഗലശ്ശേരി നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ. ചെയ്യാൻ പറ്റാത്തത് ചെയ്യൂ, കാണാൻ പറ്റാത്തത് കാണൂ. മോഹൻലാലിന്റെ സൗണ്ടാണ്. മോഹൻലാൽ ഇത് കേൾക്കണ്ട. പിന്നെ മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടല്ലോ. മമ്മൂട്ടിയുടെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമ. അല്ല, അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിയത് അവാർഡ് കിട്ടിയ പടമുണ്ടല്ല, വടക്കൻ വീരഗാഥ. വടക്കൻ വീരാല് മമ്മൂട്ടിയുടെ സൗണ്ട് കൊടുത്താലാണ്. MT വാസുദേവൻ നായർ. ആക്ഷൻ പറയാൻ. ശരി. എന്താണ് പല്ലടിച്ചു പിടിക്കുന്നത്? മൊയാളി വെച്ച് പൊങ്കാലം കൊണ്ട് ചുള്ളികളൊക്കെ കൊടുത്താൽ ചന്തു ബിരിയാണി വെച്ച് പൊങ്കാലം കൊണ്ട് ചെയ്യാൻ ചന്തുവിനെ തോപ്പിയ എനിക്ക് ആവില്ല മക്കളെ. എങ്ങനെയുണ്ട്? അയ്യോ, ബിരിയാണി വെച്ചാൽ ചന്തുന്നു. ഇങ്ങനെയല്ലേ? ഇത് നിങ്ങൾ കളയാ. ഈ ഇമിറ്റേറ്റ് ചെയ്തത് മതി. പിന്നെ വേറെ സാധനമുണ്ട്. എന്താണ്? ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു സൂപ്പർ സിനിമയിലല്ല. ഗോഡ് ഫാദർ. സിനിമ സിനിമ അതിനകത്ത് സൗണ്ട് കൊടുത്ത ആരാണ്? ആർക്ക്? സൗണ്ട് കൊടുത്ത ആരാണ്? ഗോഡ് ഫാദറിൽ സിദ്ദിഖിന് സൗണ്ട് കൊടുത്ത ആരാടാ? വേണ്ട, അത് വേണ്ട. നശിപ്പിച്ച് ഇത് നിങ്ങൾ കളയാ. ഈ ഇമിറ്റേറ്റ് ചെയ്തത് മതി. മനസ്സിലായില്ലേ? ഞാൻ ഒരു കഥ കൊണ്ടുവന്നിട്ടുണ്ട്. കഥയോ? അപ്പൊ നിർത്തിയോ? അല്ല, സിനിമയൊക്കെ നല്ലൊരു സിനിമ ആക്കാൻ പറ്റിയൊരു കഥയാണ്. ശരി, കഥ ഒന്ന് പറ. അല്ല, ഇക്കാക്ക് അഭിനയിക്കാൻ പറ്റിയൊരു കഥയാണ്. ഞാൻ അഭിനയിക്കാം. അല്ല, ഇക്കാക്ക് ഒരു ഉപനായകന്റെ വേഷമാണ്. ശരി, ഞാൻ അതിലൊരു ചെറിയ വേഷം ചെയ്യും. നായകന്റെ വേഷം ചെയ്തോളാം. അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം കഥ പറ. അതായത് ഒരു നാടക ട്രൂപ്പ്. ശരി, നാടക ട്രൂപ്പ്. അല്ലെങ്കിൽ വേണ്ട, ഒരു വീട്. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാണല്ലോ, പിന്നെയാണ് ഇവൻ പറഞ്ഞിട്ട്. ഒരു വീട്. ശരി. ഈ വീട്ടില് ഒരു അച്ഛൻ, അമ്മ, അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മൂമ്മ, അങ്ങനെ ഒരുപാട് കിളവന്മാര്.
ഈ അനിയമ്പാവ ചേട്ടമ്പാവൊക്കെ പോലെ. അനിയമ്പാവ് ചേട്ടമ്പാവിൽ ഇങ്ങനെയാണ്. അത് ഹിറ്റാണ് ആ പടം. ഹിറ്റാ. അന്ന് ഈ പടം ഹിറ്റാവും. എന്താണ് കാരണം അത് തന്നെയാണ് ഇത്. ശരി. അപ്പോൾ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അച്ഛൻ്റെ അമ്മ, അങ്ങനെ ഒരുപാട് കിളവന്മാർ മാത്രം താമസിക്കുന്ന വീട്. ഈ വീട്ടിൽ ഒരു ദിവസം നേരം വെളുക്കുന്നു. നേരം വെളുത്ത് ഇവരെല്ലാവരും കൂടി ഒരു മേശയുടെ ചുറ്റും കൂടി ഇരുന്ന് ഇഡ്ഡലി കഴിക്കുന്നു. ഇഡ്ഡലി കഴിക്കുന്നു. ഇഡ്ഡലി കഴിച്ചിട്ട് അന്ന് ഉച്ചക്ക് എല്ലാവരും ചോറ് തിന്നുന്നു. വൈകിട്ട് 4 മണിക്കൊരു ചായ കുടിക്കുന്നു. കഥയാണ് കേൾക്കുന്നത്. കഥയുടെ ടേണിംഗ് പോയിന്റ് വരാൻ പോണുള്ളൂ. ശരി. അന്ന് രാത്രി കൃത്യം 10 മണി, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, ഭീകരാന്തരീക്ഷം. ആ സമയത്ത് സൗണ്ട് എഫക്ട്. രാത്രി പേടിപ്പിക്കല്ലേ. ആ സമയത്ത് ആ വീട്ടിലൊരു അമ്മൂമ്മ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പതുക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന മേശപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെക്കുന്നു. ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പെട്ടെന്ന് അമ്മൂമ്മ കണ്ടു എല്ലാവരോട് ചുറ്റും നിന്ന് അത്താഴം കഴിക്കുന്നു. എങ്ങനെയുണ്ട്? എടോ ഇയാളെ കഥ പറ. അല്ല, അവരെന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും. എന്നിട്ട് അത്താഴം കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. അത്താഴം കഴിച്ചിട്ട് അവരെല്ലാവരും കൂടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. വേറെ ഒന്നും സംഭവിച്ചില്ലേ? വേറെ എന്തൊന്നും സംഭവിക്കണ? കംപ്ലീറ്റ് കാരണവന്മാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. പിന്നെ എന്തൊന്നും സംഭവിക്കണ രാത്രി? അയക്കൊക്കെ ആരും അറിയാണ്ട് കഥ പറയണ്ട. അതല്ല, ഇയാൾ കഥ പറയണ്ടേ? കഥയുടെ ടേണിംഗ് പോയിന്റ് പിറ്റേ ദിവസം നേരം വിളിക്കുന്നു. രാവിലെ എല്ലാവരും കൂടി ഇതുപോലെ തന്നെ ഇഡ്ഡലി കഴിക്കുന്നു. ഇവർക്ക് എന്തുപോലെ സൂക്കേടുണ്ട് ദിവസം രാവിലെ ഇങ്ങനെ ഇഡ്ഡലി കഴിക്കാനായിട്ട്? അന്നൊരു ചേഞ്ചിന് വേണ്ടി നമുക്ക് പുട്ടാക്കാം. ഉച്ചക്ക് ചോറിന് വരെ ചപ്പാത്തി, കഞ്ഞി, അങ്ങനെയുള്ള ഒരു. ശരി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് എല്ലാവരും കൂടി സുഖമായിട്ട് ഇങ്ങനെ കഴിയുന്നു. സുഖമായിട്ട് ജീവിച്ചാൽ എനിക്കെന്താ? അവരിങ്ങനെ സുഖമായിട്ട് കഴിയുന്നേ. ഇവിടെ സുഖമായിട്ട് ജീവിച്ചാൽ മതിയോ? അവർ സുഖമായിട്ട് ഇരിക്കണേ നിക്കാക്കെന്നാണ്. അങ്ങനെയല്ല കഥ പറയുന്നത്. ഇപ്പൊ ഞാനൊരു സിറ്റുവേഷൻ തരാം. സിറ്റുവേഷൻ പറഞ്ഞു തരാന്ന്. നിങ്ങൾ രണ്ടുപേര് 2 തൊഴിലില്ലാത്ത ചെറുപ്പക്കാര്. ഓക്കെ. നീ ഡോക്ടറെ, ഞാൻ എഞ്ചിനീയർ. നല്ല കോലോ. ഡോക്ടർ, ഞാൻ എഞ്ചിനീയർ ആകാൻ പറ്റിയ കോലോ. കഥ പറ. 2 പേർക്കും ജോലിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. ഇങ്ങനെ 2 പേരും കൂടി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഗൾഫിൽ നിന്ന് ഒരു വിസ വരുന്നു. അങ്ങനെ അയാൾ ഗൾഫിൽ പോകുന്നു. ഞാൻ പോയിക്കോ. ശരി, ഇയാള് നാട്ടിൽ നിന്നാൽ തന്നെ ശരിയാവില്ല. പിന്നെ ഗൾഫിൽ പോയി വെറുതെ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നതിനാ. അതെ, ഞാൻ ഗൾഫിൽ പോയി. ഞാൻ പോയി. ഓക്കെ. താൻ ഇവിടെ തനിച്ചായി. നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുകയാണ്. ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ പട്ടിണി. അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് ഒരു അമ്മൂമ്മ താമസിക്കാൻ വന്നു. ഗൾഫിൽ പോയില്ലേ? ഞാൻ ഗൾഫിലാണ്. അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ 18 വയസ്സ് പ്രായമുള്ള കൊച്ചുമകളും കൂടെ താമസിക്കാൻ വന്നു. 18 വയസ്സുള്ള മകളാ. ഞാൻ നിന്നോളാം ഇവിടെ. അവൻ പോയിക്കോട്ടെ ഗൾഫിൽ. ഗൾഫിൽ ഞാൻ ഇവിടെ നിന്നോളാം. അവനെ ഗൾഫിലിട്ടോ. തന്നെ ഗൾഫിൽ ഞാൻ അയച്ചതാണ്. ഇനി കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ താൻ ഗൾഫിൽ പോയി. ഞാൻ ഗൾഫിൽ പോയി. 18 വയസ്സുള്ള മകള്. 18 വയസ്സിലെ മകളെന്ന് പറഞ്ഞപ്പോഴേ തുടങ്ങിയില്ലല്ലോ. ക്ലൈമാക്സ് വരട്ടെ. ഈ പെൺകുട്ടി നിങ്ങളെ കണ്ടു. നിങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടു. ഈ പെൺകുട്ടി നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടില്ല. ശബ്ദം കേട്ട് അന്നാ പെണ്ണ് ആത്മഹത്യ ചെയ്യും. കണ്ടു, നിങ്ങൾ തമ്മിൽ അടുത്തു, നിങ്ങൾ തമ്മിൽ പ്രേമമായി. ഹേമായി അല്ല, പ്രേമമായി. ഞാൻ പറഞ്ഞോളാം, ഇയാൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദിവസം നിങ്ങൾ 2 പേരും കൂടെ പുറത്തു പോയി ആടിപ്പാടി. പാടാൻ പറ്റിയ വോയിസ്. താൻ ഗൾഫിലല്ലോ? അല്ല, ഞാൻ അവിടെ. താൻ ഗൾഫിലാണ്. ഞാൻ 18 വയസ്സുള്ള പെണ്ണിന്റെ കാര്യം. 18 വയസ്സുള്ള പെണ്ണിന്റെ കാര്യം ആദ്യമൊക്കെ പറഞ്ഞില്ല. ഞാൻ പിന്നീടല്ലേ വന്നത്. ഇയാൾ ഗൾഫില്. അങ്ങനെ ഈ പെണ്ണ് നിങ്ങൾ തമ്മിൽ അടുത്തു. ഒരു ദിവസം ഈ പെൺകുട്ടി ആ പെൺകുട്ടിക്കുള്ളതെല്ലാം തനിക്ക് സമർപ്പിച്ചു. എന്താണ് സമർപ്പിച്ചു? ഇയാൾ എന്താ പറയുന്നത്? അനുഭവിച്ചോ? ഞാൻ ഗൾഫിലാണ്. ചോദിച്ചു മനസ്സിലാക്കി. അല്ല, സമർപ്പിച്ചു. അങ്ങനെ ആ പെൺകുട്ടി ഗർഭിണിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ഗൾഫിൽ നിന്ന് വരുന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നില്ല. അവൻ പ്രേമിച്ച് ഗർഭിണിയാക്കിയിട്ട് പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ടെന്താ കാര്യം? ഞാൻ ഇടയ്ക്കൊക്കെ ലീവിന് വന്നിട്ട് ഞാൻ ചോദിച്ചല്ലോ. ഞാൻ വന്നില്ല. താൻ ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് ജോലി കളഞ്ഞ് ഞാൻ വന്നില്ല. തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് താൻ ഗർഭിണിയാക്കിയത് ഇയാളുടെ പെങ്ങളെയാണ്.
ഇയാൾ ഗർഭിണിയാക്കി തന്റെ പെങ്ങളെയാണെന്ന്. അവൻ ഗർഭിണിയാക്കിയത് എന്റെ പെങ്ങളെ, ആ മൂക്കറാഞ്ചന കള്ള പന്നി. ഞാൻ അറിയാണ്ട് നീ എന്റെ കഥ ഇത്തരം കക്ഷികളെ ഒഴിവാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്.